വൃദ്ധദമ്പതികളെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തവും തടവും 2 ലക്ഷം രൂപ പിഴയും. പറവൂർ നീണ്ടൂർ സ്വദേശി ജോഷിയെയാണ് ശിക്ഷിച്ചത്. വൃദ്ധദമ്പതികളെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തവും കഠിന തടവും 2 ലക്ഷം രൂപ പിഴയും വടക്കൻ പറവൂർ അഡീഷണൽ ജില്ലാ കോടതിയാണ് വിധിച്ചത്. വടക്കേക്കര നീണ്ടൂർ മേക്കാടി വീട്ടിൽ സുകുമാരൻ മകൻ ജോഷിയെയാണ് ശിക്ഷിച്ചത്. 2014 ഏപ്രിൽ 2-നാണ് കേസിനാസ്പദമായ കൊലപാതകം നടന്നത്. വടക്കേക്കര തുരുത്തിപ്പുറം കുനിയന്തോടത്ത് വീട്ടിൽ ജോസ്, ഭാര്യ റോസ്ലി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ജോസിന്റെ മകന്റെ സുഹൃത്തായ പ്രതി ഈ പരിചയം മുതലെടുത്താണ് സംഭവ ദിവസം വൈകിട്ട് 7 മണിയോടുകൂടി ജോസിന്റെ വീട്ടിലെത്തിയത്. ജോസിനെ മുകളിലത്തെ മുറിയിൽ വെച്ച് വാക്കത്തി ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയും കരച്ചിൽ കേട്ട് ഓടിയെത്തിയ ഭാര്യ റോസ്ലിയെ ഗോവണിയിൽ വെച്ച് വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തുകയായിരുന്നു. റോസ്ലിയുടെ മാലയും മോതിരവും അടക്കം 1 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളാണ് പ്രതി കവർന്നത്. പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് MP ഷാജി ഹാജരായി. 2/3/2014 കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. ഈ കൊല്ലപ്പെട്ട ജോസ് റോസ്ലി ദമ്പതിമാർ കുനിയന്തോടത്ത് എന്ന പേരിലുള്ള അവരുടെ തിരുത്തിപ്പുറത്തുള്ള വീട്ടിൽ അവർ ഒറ്റയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇവരുടെ മകൻ റോജോ ഒരു കേസിൽപ്പെട്ട് ഒളിവിലായിരുന്നു. ഈ റോജോവിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ഈ കൃത്യം ചെയ്ത പ്രതിയും റോജോവും തമ്മിൽ സുഹൃത്ത് ബന്ധം പുലർത്തിക്കൊണ്ടിരുന്ന കാലയളവിൽ ഈ പ്രതി ഈ കുനിയന്തോടത്ത് വീട്ടിൽ സ്ഥിരം സന്ദർശകനായിരുന്നു. ആ നിലയ്ക്ക് ഈ മരിച്ച ജോസ് റോസ്ലി ദമ്പതിമാർക്ക് ജോഷിയുമായിട്ട് നല്ല ബന്ധമുണ്ട്. റോജോ ഒളിവിൽ പോയതിനെ തുടർന്ന് പിന്നെ പ്രതി ഇങ്ങോട്ട് വരാതെയായി. നീണ്ടൂറുകാരനാണ് പ്രതിയെങ്കിലും മലപ്പുറത്ത് ചെറുകാവ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് പ്രതി കല്യാണം കഴിച്ച് അവിടെ താമസിക്കുകയായിരുന്നു. പിന്നീട് ഭാര്യയെ മക്കളെ ഉപേക്ഷിച്ച് അവരെ നോക്കാതെ പ്രതി പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഭാര്യയുമായിട്ട് യോജിപ്പിലായി. അങ്ങനെ 2014 കൊടുങ്ങല്ലൂരിലെ ഭരണിക്കാലത്ത് മലപ്പുറം ഭാഗത്തുനിന്ന് സ്ഥിരമായി ഭരണിക്ക് കൊടുങ്ങല്ലൂർക്ക് വരുന്ന ഒരു സംഘത്തിൻ്റെ ഒപ്പം പ്രതിയുടെ ഇളയ മകളെ, അത് കഷ്ടി നടക്കാൻ മാത്രം പ്രായമായിട്ടുള്ള പ്രതിയുടെ ഇളയ മകളെയും കൂട്ടി ഈ ഇളയ മകളെ പ്രതിയുടെ നാട്ടിലെ ബന്ധുക്കളെ വടക്കൻ പറവൂരിൽ നീണ്ടൂരുള്ള പ്രതിയുടെ ബന്ധുക്കളെ കാണിക്കാനെന്ന വ്യാജേന ഈ ചെറിയ പെൺകുട്ടിയും കൂട്ടി മലപ്പുറത്ത് നിന്ന് ഈ കൊടുങ്ങല്ലൂർ ഭരണി കാവുതീണ്ടൽ വരെയാണ് അവർ ഇവിടെ ഉണ്ടാവുക. ആ സംഘത്തിൻ്റെ ഒപ്പം വണ്ടിയിൽ കയറിയാണ് പോകുന്നത്. അങ്ങനെ കൊടുങ്ങല്ലൂർ വന്നതിന് ശേഷം അവരുടെ കയ്യിൽ നിന്ന് 1000 രൂപ കടവും വാങ്ങി ഞാൻ എൻ്റെ കാര്യങ്ങൾ കഴിയുമ്പോൾ നിങ്ങളെ വിളിക്കാം എന്ന് അവരെ അറിയിച്ച് അവിടെ നിന്ന് പോകുന്ന പ്രതി പിന്നീട് അവരെ വിളിച്ചില്ല. അവർ തിരിച്ചു പോവുകയും ചെയ്തു. ഇവിടെ വന്നതിന് ശേഷം ഈ 1000 രൂപ പ്രതി കയ്യിലുണ്ടായിരുന്ന പൈസയ്ക്ക് നഷ്ടപ്പെട്ടതിന് ശേഷം പ്രതി കൊലപാതകം വിശദമായിട്ട് പ്ലാൻ ചെയ്യേണ്ടായിരുന്നു. പറവൂരിലെ ഒരു ഹാർഡ്വെയർ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടയിൽ നിന്ന് ഈ വാക്കത്തി സംഘടിപ്പിച്ച് അവിടെ കയറി രാത്രിയിൽ 2-ാം തീയതി രാത്രിയിൽ 3-ാം തീയതി പുലർച്ചെക്കിടയിലുള്ള ഏതൊരു സമയത്താണ് പ്രതി കൃത്യം ചെയ്തത്. പിറ്റേന്ന് ഇലക്ഷൻ സ്ക്വാഡ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ചില ആളുകൾ വന്ന സമയത്ത് വീടിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നു, ഫാൻ ലൈറ്റ് മുതലായ കാര്യങ്ങളെല്ലാം ഓണാണ്. ആ സമയത്ത് അവർ വിളിക്കുന്നു, ഒരു പരിചയക്കാരാണ്, അവർ വിളിച്ച സമയത്ത് ആരെയും കാണാതെയായി. സംശയം തോന്നി അകത്തേക്കൊന്ന് തലയിട്ട് നോക്കിയപ്പോഴാണ് ഈ റോസ്ലി വീടിൻ്റെ സ്റ്റെയർ കേസിൻ്റെ ലാൻഡിങ്ങിൽ വെട്ടേറ്റ് ചോര വാർന്ന് ഇരിക്കുന്ന അവസ്ഥയിൽ കണ്ടത്. തുടർന്ന് ജോസിൻ്റെ അടുത്ത് തന്നെ താമസിക്കുന്ന ബന്ധുക്കൾ വന്ന സമയത്ത് ജോസ് വീടിൻ്റെ 1-ാം നിലയിലെ ഹാളിൽ തുരുതുര വെട്ടേറ്റ് ചോര വാർന്ന് മരിച്ചു കിടക്കുന്ന നിലയിലാണ് കാണപ്പെട്ടത്. റോസ്ലിയുടെ ശരീരത്ത് സ്ഥിരമായിട്ട് അവർ ധരിച്ചുകൊണ്ടിരുന്ന ആഭരണങ്ങളൊന്നും കണ്ടില്ല. പോലീസ് അപ്പോൾ തന്നെ മൊഴിയെടുത്തു. പക്ഷേ ആക്ച്വലി പോലീസ് ഈ കാര്യത്തിൽ ക്ലൂലെസ് ആയിപ്പോയി. കാരണം കൊല്ലപ്പെട്ട സ്ഥലത്ത് സാധാരണ പ്രതി എന്തെങ്കിലും ഒരു തെളിവ് അവശേഷിപ്പിക്കാറുണ്ട്. ഒന്നും തന്നെ അവിടെ നിന്ന് കിട്ടിയില്ല. അങ്ങനെ ഒരു ക്ലൂലെസ് ആയിരിക്കുന്ന അവസരത്തിൽ ആണ് മണിയപ്പൻ എന്നൊരു ടാക്സി ഡ്രൈവറാണ് ഈ കേസിനകത്തേക്ക് ആവശ്യമായ ഒരു ക്ലൂ തരുന്നത്. കാരണം ഈ കൃത്യം കഴിഞ്ഞതിന് ശേഷം പ്രതി ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയത് മണിയപ്പൻ പറവൂർ കോടതിക്ക് സമീപത്തുള്ള ഒരു ടാക്സി സ്റ്റാൻഡിൽ ടാക്സി ഓടുന്ന മണിയപ്പൻ്റെ വണ്ടിയിലാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് പ്രതി മണിയപ്പന് ഒരു സ്ഥലത്ത് നിർത്തി മദ്യപിക്കുകയും പിന്നീട് അവിടെ ചെന്നതിന് ശേഷം മണിയപ്പൻ ആവശ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ പൈസ കൊടുക്കുകയും മണിയപ്പൻ്റെ വിസിറ്റിംഗ് കാർഡ് വാങ്ങി വെക്കുകയും ചെയ്യും. എന്നിട്ട് ഒരു വൈകുന്നേരം മണിയപ്പനെ വിളിച്ചിട്ട് ഇങ്ങനൊരു സംഗതി, ഒരു കൊലപാതകം നടന്നതായിട്ട് പത്രത്തിലൂടെ അറിഞ്ഞു, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, കൊല്ലപ്പെട്ടത് എൻ്റെ സുഹൃത്തിൻ്റെ അപ്പനും അമ്മയുമാണ് എന്ന് വിളിച്ചു പറയുകയും ചെയ്തു. അതിലൊക്കെ ഒരു സംശയം തോന്നിയിട്ടാണ് മണിയപ്പൻ പറവൂർ സ്റ്റേഷനിലെ SIയോട് ഈ വിവരം പറയുന്നത്.